ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഡിണ്ടുകൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴനി വരെ ഒരു യാത്രയായിട്ടാണ് കേട്ടോ. അത് നമ്മുടെ ജെറ്റ് ബസ്സും വെച്ചാണ് നമ്മുടെ യാത്ര. പക്ഷേ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എഴുതിയിരിക്കണ കാമരാജപുരം ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ബസ്സിൽ കയറി. ബസ്സിന് എന്താ സ്പീഡില്ലാന്ന് തോന്നുന്നു. കേരള ട്രാഫിക് ആയതുകൊണ്ട് നമ്മുടെ ലെയ്ലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ഒക്കെയാണ് വന്നേക്കണേ. GPS-ൻ്റെ അവിടെ ടീം KBR എന്നാണ് എഴുതി വന്നേക്കണം കേട്ടോ. ഈ ബസ്സിന് ഈ വളവൊക്കെ തിരിയണ ഇത്തിരി ടാസ്ക്കാണ്. പിടിച്ചിട്ട് കിട്ടണോ ഇല്ല, തിരിച്ചിട്ട് തിരിയണോ ഇല്ല. ഈ ബസ്സിനാണ് സ്പീഡിൽ പോയി തിരിച്ചാൽ തിരിയില്ല കേട്ടോ, അത് കാര്യം വേറെ. അതുകൊണ്ട് ഒത്തിരി സ്പീഡിലൊന്നും നമ്മൾ ഓടിക്കല്ല. അതല്ലാണ്ട് ഒത്തിരി സ്പീഡിലൊന്നും നമ്മൾ ഓടിക്കല്ല കേട്ടോ. ഇതേതാ വണ്ടി ഫ്രണ്ടിൽ പോണേ? കൊമ്പൻ അഗോരിയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോയത്. KSRTC അവിടെ വഴി മുടക്കി. ഇനിയിപ്പോൾ എന്നത് ഇവിടെ നിന്ന് പതുക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ വഴി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. എന്താ ബ്രേക്ക് ഇല്ലേ? ഉണ്ട്. ഇതേ ഒരു കാർ അവിടെ സൈഡാക്കിയിട്ടേക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണോ? ഇവിടെ എന്താ സ്പീഡ് ബ്രേക്കർ മേളയാണോ? കുറേ എണ്ണം കിടക്കണ്ടല്ലോ റോട്ടിൽ കൂടെ ഒക്കെ. ഇതേതാ ട്രാവലർ? ഏതാ പേരെന്താന്ന് കാണാൻ പറ്റിയിട്ടില്ല. കാണാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക്. കയറിപ്പോ. ഓ ഇല്ല, പേരെന്താണെന്നറിയില്ല, അതുകൊണ്ട് നമുക്ക് നോക്കാൻ പോകണ്ട. ഇതേ പോണു വഴി മുടക്കാൻ വേണ്ടി അടുത്ത KSRTC. പണിയാവുമെന്ന് സംശയമാണ്, അതുകൊണ്ട് അതിനെ ഓവർടേക്ക് കയറി പോകേണ്ടി വരും. KSRTC സ്പീഡിലാണ് പോകണമെന്നാണ് തോന്നുന്നത്. നമ്മൾ സ്പീഡിൽ പോയിട്ടും കിട്ടില്ല. പതുക്കെ അങ്ങനെ KSRTCനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞു ഗായ്സ്. എന്താ ഭാരത് ബെൻസൊക്കെ? വീണ്ടും കൊമ്പൻ. ഇത് മഹീന്ദ്രയുടെ ഒരു ടിപ്പർ വളവ് ബ്രേക്ക് പിടിച്ച് തിരിക്കണം. ഇത് ചുരം പോലത്തെ ഒരു വളവാണെന്നാണ് എൻ്റെ ഒരു ഊഹം. ഈ ബസ്സാണ് കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റില്ല. അതാണ് മെയിൻ കാര്യം. ഇതെന്നെ കയറ്റത്? ഇങ്ങനത്തെ കയറ്റം വല്ലതാണെങ്കിൽ ഇപ്പോൾ വല്ല മോൺസ്റ്റർ ട്രക്ക് കൊടുത്തോണ്ട് അതിന് കൊണ്ട് വരും. ഇതേ പോണു വേറെ മഹീന്ദ്ര തന്നെയാണോന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ ചെന്ന് നോക്കാം. ഇതേതാ വണ്ടി? ഏഷ്യൻ്റെ ടിപ്പറാണ് സുഹൃത്തുക്കളെ. എന്താണ്ട് ചരക്കുണ്ടാവണേന്ന് തോന്നുന്നു. എന്താ ചരക്കുന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇതാ ഒരു കാർ ഫ്രണ്ടിൽ നിൽക്കുന്നു. അത് തൊട്ട് മുന്നിലൊരു വളവ്.
പതുക്കെ തിരിക്കുന്നു. വണ്ടി റോഡിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഇതാ റോഡിലേക്ക് തിരിച്ചു കയറ്റുന്നു. എന്തൊരവസ്ഥയുടെ പകൽ സമയം റോഡിൻ്റെ പുറത്തേക്കൊക്കെ പോയിട്ട് വരാൻ. നല്ല വഴിയല്ലാന്ന് തോന്നുന്നു. റോഡിൻ്റെ പുറത്തേക്കൊക്കെ ഇടയ്ക്ക് പോയിട്ട് തന്നെ. ഇവർക്കൊക്കെ വളവൊന്നും ഇല്ലാണ്ട് നേരെയാക്കി വെച്ചാൽ വഴി. വെറുതെ മനുഷ്യൻ്റെ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് തിരിക്കാനായിട്ട് പണിയാനോണ്ടിരിക്കണോ. ഇതേ വന്നു വീണ്ടും ട്രാവലർ. അതിൻ്റെ മുമ്പിൽ അതേപോലത്തെ വേറൊരു ട്രാവലർ. അതിൻ്റെ മുൻപിൽ അതാ KSRTC. ഈ KSRTC വഴി മുടക്കില്ലെന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് ഫ്രണ്ടിൽ കയറാം. അതിൻ്റെ മുന്നിൽ മറ്റൊരു KSRTC. കോഴിക്കോട് കണ്ണൂർ പോണ KSRTC എന്തിനാ ഇതുവഴി തന്നെ? ഇത് പഴനിക്ക് പോണ വഴിയല്ലേ? ഈ KSRTC ഡ്രൈവറിന് വെളിവില്ലാന്നാണ് തോന്നുന്നത്. കോഴിക്കോട് പോണ വണ്ടി പഴനിക്ക് വന്നു. ഭാരത് ബെൻസും കൊണ്ട് പഴനി. ഇതാ വീണ്ടും ഒരു കൊമ്പൻ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. ഇതെന്താ ഏഷ്യറും കൊമ്പനും KSRTCയും മഹീന്ദ്ര ടിപ്പറൊക്കെ ഉള്ളു ഇതിനകത്ത്. ഒരു ഏസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആദ്യം ടാറ്റയുടെ ഏസ് കണ്ടു. ഇതേതാ പ്രൈവറ്റ് ബസ്? ഏതാണെന്നറിയില്ല, അതുകൊണ്ട് നോക്കണ്ട. ഇപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വേറെ ട്രാവലറാണ് വന്നേക്കുന്നത്. ഏതാണെന്നറിയില്ല. അതാ ഒരു കാർ. അതിൻ്റെ ഫ്രണ്ടിൽ ഏതാ വീണ്ടും മഹീന്ദ്ര. ഇത് ഫോർച്യൂണറാണെന്നാണ് എനിക്ക് തോന്നണത്. അതിൻ്റെ ഫ്രണ്ടിലുള്ള മഹീന്ദ്ര ടിപ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ വീണ്ടും ട്രാവലർ. ഇതേതാണ് റോട്ടിൽ കൊണ്ടൊന്ന് മരം നട്ടുപിടിപ്പിച്ചേക്കണേ. റോഡിലൊക്കെയാണ് മരം നട്ടുപിടിപ്പിക്കണ്ടേ? വണ്ടിയൊക്കെ ഒന്നും ഇടിക്കില്ലേ? എൻ്റെ അമ്മ അങ്ങനെ പഴനി എത്തി. എന്തേമേ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടണേ. ബസ് നിൽക്കുമെന്നാണ് കേട്ടോ നമ്മൾ വിചാരിച്ചത്. പക്ഷെ നിന്നില്ല. ഇനി ഈ സൈഡിൽ കൊണ്ടുപോയിട്ട് പാർക്ക് ചെയ്യാം. എൻ്റെ അമ്മ ബ്രേക്കിന് ഒരു ആക്സിലേറ്റർ കയറിയാണ് ചവിട്ടിയത്. അതിന് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. സൈഡിലോട്ട് കുറച്ച് ഒതുക്കി എടുത്താൽ പറ്റുമോ നോക്കട്ടെ. അല്ലേ കണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങാൻ പോവാണ്. 1 2 3 ഇറങ്ങി. ഇനി നമുക്ക് നേരെ കോവിലിൻ്റെ മുകളിലേക്ക് പോവാം. കുറേ ദിവസം വണ്ടി കൊണ്ടൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്. ഇതെന്തൊരു സ്റ്റെപ്പാ! എത്ര സ്റ്റെപ്പ് ഉണ്ടാവും? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എത്ര സ്റ്റെപ്പ് ഉണ്ടാവുമെന്ന്. ഇതാ നമ്മളിതാ കോവിലെത്തി. ദർശനം കഴിഞ്ഞിരിക്കണോ. അങ്ങനെ ബസ്സിൻ്റെ അടുത്തെത്തിയിട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ്.